ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ രണ്ട് വനിതകൾ വരച്ച ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയാണ്. കോഴിക്കോട് സ്വദേശി മാധവിയും പാലക്കാട് നെന്മാറ സ്വദേശി ദേവുമാണ് ചിത്രരചനയിൽ മികവ് തെളിയിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജസ്റ്റ് എ മിനിറ്റിൽ ദിവ്യ വരും. രണ്ട് വീട്ടമ്മമാരുടെ ക്യാൻവാസിൽ ഉദിച്ച 50ഓളം ചിത്രങ്ങൾ. വീടിന്റെ ഭാരിച്ച ഉത്തരവാദിത്വത്തിന്റെയും ജോലി തിരക്കിന്റെയും ഇടയിലാണ് മാധവിയും ദേവും ചിത്രരചനയ്ക്ക് സമയം കണ്ടെത്തിയത്. കലാകാരനായിരുന്ന ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷമാണ് മാധവി ചിത്രരചനയിൽ ഒരു കൈ നോക്കിയത്. നാട്ടുവൈദ്യനായിരുന്ന അച്ഛനെക്കുറിച്ചുള്ളവയായിരുന്നു മിക്ക ചിത്രങ്ങളും. ചെറുപ്പകാലത്ത് താൻ കണ്ട കാഴ്ചകളെല്ലാം മാധവി ഓർത്തെടുത്ത് ക്യാൻവാസിൽ പകർത്തി. ചിത്രകാരന്മാരായ മക്കളും നൽകിയത് വലിയ പിന്തുണ. രാത്രിയൊക്കെ വരച്ച് വർക്കില്ലാത്ത സമയത്തൊക്കെ വരച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഈ 30 പെയിൻറ്റിങ് എനിക്ക് ലളിതകലാ അക്കാദമിക്ക് ഞാൻ അയച്ചു കൊടുത്ത അതാണ് തിരഞ്ഞെടുത്ത് എന്നെ എക്സിബിഷനിലേക്ക് വന്നത്. വരക്കുന്നതൊക്കെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മ ചിത്രം. അച്ഛനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. മരുന്നൊക്കെ പറിക്കുന്നത്, വെണ്ണ കാച്ചുന്നത്, വീട്ടിൽ നിന്ന് മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്, കാലിനൊക്കെ മന്ത്രിച്ച് വെള്ളം വെക്കുന്നത് ഒക്കെ അച്ഛൻ ചെയ്ത കാര്യമൊക്കെ ഉണ്ട്. ദേവു നെന്മാറയുടെ ചിത്രങ്ങൾ പറയുന്നത് പ്രകൃതിയുടെ കഥയാണ്. മരങ്ങളും പൂക്കളും ഇലകളും ഒക്കെ ദേവുവിന്റെ ക്യാൻവാസിൽ വന്നു പോകും. പുഴയും കാടും മലയും എല്ലാം വരയ്ക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ഈ കലാകാരി പറയുന്നു. കൊറോണ കാലത്താണ് ചിത്രരചനയിലേക്ക് കടക്കുന്നത്. പിന്നീട് അത് ഹരമായി. പൂമരങ്ങളും പൊലിവള്ളികളും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രപ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ തിങ്കളാഴ്ച സമാപിക്കും.